ഒന്നുമില്ല, ഇത് പ്ലേ ചെയ്തിട്ട് 13 സെക്കൻഡ് നീ ഇവിടെ ക്ലിക്ക് ചെയ്യണം ഒന്നുകൂടി, അത്ര തന്നെ. ഒരു കാര്യമില്ല, വഴി കൂടെ പോയി വള്ളി ഏറ്റെടുത്ത് വായിച്ചു എന്തോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് മാമന്മാരുടെ എന്നൊക്കെ കൂട്ടത്തിൽ നിന്റെ അച്ഛന്റെ പൊട്ടുവാ. ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരനാണ്. ഉള്ളടാ ബാബു, നല്ല രസമുണ്ടോ? കാരണം എന്താ അറിയാവോ, നിന്റെ അച്ഛൻ ആടും വഴിയിൽ തൂങ്ങി കിടക്കൂലേ, അതിൽ പിടിച്ച് എനിക്ക് ആടാലോടാ കണ്ണാപ്പി. മനസ്സിലായില്ലേ? അച്ഛൻ തൂങ്ങി കിടക്കുമ്പോൾ തൂങ്ങി കിടക്കില്ല പിടിച്ച് ആടാലേ വേണം. മനസ്സിലായില്ലേ? പക്ഷെ നമുക്ക് കയറാൻ പറ്റുമോ? സാമ്പിൾ കേസ് പറ്റും. മറ്റേ പഴയ ശബ്ദം വീണ്ടും എനിക്കറിഞ്ഞൂടാ. അതൊക്കെ വരും തോന്നുന്നു, നോക്കാം. അതെങ്ങനെയാ ശബ്ദം ഇറക്കുന്നത്? അത് നാക്കകത്തോട്ടിടുവോ? എന്താ എങ്ങനെയാണ്? ഇല്ല, നിന്നെ പോലെ വായിട്ടോണ്ടിരുന്ന സൗണ്ട് വരൂല. കണ്ണാവി ഒന്നുമില്ല, വെറുതെ നോർമലി സംസാരിക്കുന്ന സംസാരിച്ചാൽ മതി. പക്ഷെ തൊണ്ടയ്ക്ക് സ്ട്രെയിൻ ആണ്, തൊണ്ട ഇങ്ങനെ കുത്തിപ്പിടിച്ച് സംസാരിക്കുന്നത്. അതെങ്ങനെയാണ്? അത് എത്രത്തോളം നിന്റെ സാമാനത്തെ പിടിച്ച് നീ തൂങ്ങി ചത്തകളാ മുണ്ടച്ചോന്. 13 സെക്കൻഡിൽ നീന്തണം. സ്റ്റോപ്പ് ചെയ്യണോ? ഒന്ന് കാണിരുന്നു നോക്കാം. ഒരു സ്ക്രീൻഷോട്ട് അറിയോ ബാബു? അല്ല 13 സെക്കൻഡ് അല്ലേ, അതോ 13 മില്ലി സെക്കൻഡ് ആണോ? ആക്കി ബ്രോ, ഞാൻ ആദ്യം ഒരു ട്രയൽ അടിക്കും, അത് കഴിഞ്ഞിട്ട് 2 ട്രയൽ. ആദ്യം ഒരു ട്രയൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ്. ഒരു ട്രയലിന് അത് ഫ്രീ തരുന്നതിനാണ് സമയം നോക്കാം, പിന്നെ 2 ട്രയൽ തരൂല. നീ പറഞ്ഞു തരാനൊന്നും ഇല്ല അതില്. ഈ എന്തിരിക്കുന്നു ടൈം സ്റ്റോപ്പ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. ഭയങ്കര നേട്ടാ കണ്ണാപ്പി, സൂപ്പർ. ഇതെന്ത് ചെയ്യണം? ഒന്നുമില്ല, ഇത് പ്ലേ ചെയ്തിട്ട് 13 സെക്കൻഡ് നീ ഇവിടെ ക്ലിക്ക് ചെയ്യണം ഒന്നുകൂടി, അത്ര തന്നെ. വെറുതെ 13 സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്താ മതിയോ? 13:00 പറഞ്ഞേ, അല്ല നോർമൽ. അത് പറ്റൂല, 13:00 വരണ്ടേ. പിന്നെന്താ 13 ആക്കാൻ ആൾക്കാർക്ക് എന്താ പാടാണ്? ഓ 0.8 കൊള്ളാം. എന്റെ റെക്കോർഡ് 12.99. ഫസ്റ്റ് ചാൻസ് തുടങ്ങി. പാനിക്കായി. അയ്യോ എടാ 12 അടിക്കണ്ട, ഞാൻ കാര്യം പറയട്ടെ. 3 മണിയുടെ നേരെ 3 മണിയുടെ നേരെ അറൗണ്ട് എത്താറാകുമ്പോഴത്തേക്ക് ഞെക്കിയാ മതി. ഇവിടെ എത്തുമ്പോഴോ? അവിടെ എത്തുമ്പോ 13 ആകത്തുള്ളൂ. ഓ അങ്ങനെ, ഓക്കെ. അപ്പൊ ലാസ്റ്റ് അല്ലേ? 13 അല്ലേ? നീ ആ 3 അതെ 12 കഴിഞ്ഞ് വരുന്നത് 3 മണിയിൽ എത്താറാകുമ്പോഴത്തേക്ക് നീ അടിച്ചാ മതി. ഇനി അടുത്ത വട്ടത്തിന് 3 വരുമ്പോഴേ എന്റെ അമ്മോ, ഇത് വെറുതെ ഒന്ന് കളിച്ചാക്കി പറ. ഈ ചലഞ്ചിന്റെ ഭാഗമല്ല, ഞാൻ വിട്ടു. ചലഞ്ച് ഞാൻ എന്തായാലും തോറ്റു. എന്നാലും അതെങ്ങനെ നോക്കട്ടെ. ഒരു കാര്യമില്ല, വഴി കൂടെ പോയി വള്ളി ഏറ്റെടുത്ത് വായിച്ചു എന്തോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നടക്കൂല. പിച്ചക്കാരൻ ഗെറ്റപ്പിൽ ഒമേഗിൾ കയറി 2 പെൺപിള്ളേരെ കയ്യിൽ നിന്ന്. അയ്യോ വേറെ എന്തെങ്കിലും പറഞ്ഞു. ഞാൻ ഒമേഗിൾ യൂസ് ചെയ്യൂല, ഒമേഗിൾ ഞാൻ ചെയ്യില്ല. എനിക്ക് വയ്യ, എനിക്ക് മറ്റേ കൊലവണ്ടി ഇതൊന്നും കാണാൻ വയ്യ, അതുകൊണ്ടാ എനിക്ക് വയ്യ. ഒമേഗിൾ ഞാൻ ചെയ്യത്തില്ല. ഞാൻ ഇന്നവരെ ഞാൻ അക്കിപ്പുറ എപ്പോഴെങ്കിലും ഞാൻ ചെയ്യണ കണ്ടോണ്ടോ? ഒരു 3 വർഷം മുന്നെയാണ് ഞാൻ ഒമേഗിൾ ചെയ്തിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും. പിച്ചക്കാരൻ ലുക്കിൽ ഗെറ്റപ്പിൽ ഒമേഗിൾ കയറി 2 പെമ്പിളരെ കയ്യിൽ നിന്ന് 1 രൂപയെങ്കിലും ഇരുന്ന് വാങ്ങണം. എന്തൊക്കെ ചലഞ്ചാ നോക്കി നടക്കണ കേസോ അല്ല. അല്ല ഞാനാണ് ഒമേഗിൾ ഞാൻ യൂസ് ചെയ്യൂലാണ്, ഞാൻ നേരത്തെ നിർത്തിയ സാധനം. എനിക്ക് നേരിട്ട് ഇറങ്ങിപ്പോയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ക്യാമറ എടുത്തോണ്ട് ഞാൻ ജംഗ്ഷനിൽ പോയി വേണമെങ്കിൽ തെണ്ടി വാങ്ങിച്ചിട്ട് തരാം, എനിക്കൊരു സീനും ഇല്ല. പക്ഷെ ഈ ഒമേഗിളിൽ വരുന്ന കുറെ അവന്മാരെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ നിർത്തിയതാ പരിപാടി. നേരിട്ട് ഞാൻ ജംഗ്ഷനിൽ പോയിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് വരും. ഓക്കെ, ഇതെങ്ങനെ? ഇത് ക്യാമറ മൊബൈലിലോട്ടാക്കട്ടെ.
യൂട്യൂബ് മൊബൈലിൽ നിന്ന് ലൈവ് വരാം. വെൽക്കം ടു സ്ട്രീം. എന്തൊക്കെയുണ്ട്? ഭയങ്കര ചലഞ്ചാ അത്. ഭയങ്കര ചലഞ്ച് മീൻസ് ഞാൻ ചെയ്യാത്ത മീൻസ് ഞാൻ ഒമേഗിൾ യൂസ് ചെയ്യാറില്ല. ഞാൻ ഒമേഗിൾ ഇപ്പോൾ സ്ഥിരം സ്ട്രീം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അക്കിബ്ര പറഞ്ഞ സെക്കൻഡിൽ ഞാൻ കയറി തെണ്ടി തന്നെ, ഒരു സീനും ഇല്ല. അല്ല ഞാൻ പക്ഷെ ഒമേഗിൾ യൂസ് ചെയ്യൂലാണ്. എനിക്ക് ഭയങ്കര അൺകംഫർട്ടാണ് ആ സാധനം യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ഓരോരുത്തന്മാര് കൊണ അടിക്കുക. എനിക്കാണെങ്കിൽ കൊണ അടിക്കുക ഞാൻ ഒരു കുണ്ടൻ എനിക്കൊന്ന് ഉമ്മ വന്നാണ്. എനിക്ക് ട്രോമ ആയി പോണ. ഞാൻ അതിനുശേഷം ഇതുവരെ അതാണ് എന്റെ ലാസ്റ്റ് ഒമേഗിൾ ലൈവ്. അവ ഉമ്മ വന്നത് പോട്ടെ, അവ അടുത്ത എനിക്ക് എന്ത് ചെയ്ത് തരാന്നറിയാ കാണിച്ചത്. അത് കണ്ടു വെച്ചിട്ട് എന്റെ ബാല്യകാലം വെറുത്തുപോയി ഞാൻ. മറ്റേ പ്രേത ഇമ്പോസ്റ്റർ ഗെയിം കളിയാണ്. അതേത് ഗെയിം കളി? പ്രേത ഇമ്പോസ്റ്റർ ഒമേഗിൾ അല്ലാതെ വേറെ ഒമേഗിൾ അത് ഞാൻ ചെയ്യാം. സിമ്പിൾ സാധനം എന്താ ഇപ്പൊ വരാം. മുഖം വെള്ളം വെച്ച് കഴിക്കട്ടെ അണ്ണാ. ചലഞ്ച് ഞാൻ ഡെയർ എടുത്തേ അണ്ണാ. മുഖം വെള്ളം വെച്ച് കഴുകിയിട്ട് പൗഡർ ഇട്ട് സുന്ദരനായിട്ട് വരണം. എന്നിട്ട് ഞാൻ സുന്ദരനാണെന്ന് ഞാൻ തന്നെ പറയണം. അത് പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ ഒന്ന് എടുത്ത് പറയുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ. കണ്ടല്ലോ ദാ വരുന്നു. ക്യാമറ വന്നിട്ടാ മതിയേ. ചാലഞ്ചുകളെ കൊറേ നേടുന്നുണ്ട് കേട്ടോ അണ്ണാ. ആവശ്യമായിട്ട് എന്തൊരു കുണ്ണടാ വർഷത്തെ ഒരിക്കലും ലൈവ് ഇടുന്നവര് ആരൊരു 10 രൂപ സൂപ്പർ ഇങ്ങനെയൊക്കെ ആവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടുവണ്ണ. അല്ല RP-യിലൊക്കെ മറ്റേ കമ്പാക്ക് ഒക്കെ അടിച്ചു വന്നിട്ട് വല്ല പറയാൻ പറ്റും, മിണ്ടാൻ പറ്റും നമുക്ക്. എന്തൊരു മനുഷ്യനാടാ നീ. ഇപ്പൊ ആവശ്യം എന്ത് വേണേലും പറയാൻ കേട്ടാ. ഇതിന് വെള്ളയുടെ ജംഗ്ഷനിൽ പോയി നിൽക്കുന്ന കളശം കൂടും ആവശ്യമായിട്ടുണ്ട്. വെള്ളയാട് ജംഗ്ഷനോ തമ്പാനൂരോ അല്ല ഇങ്ങ് പോരെ. നേരെ കൊച്ചി പോരെ. പാലാരിവട്ടത്തിന്റെ അടി നിർത്താം. പൗഡർ ഒരു സാരി പോരെ. ഇപ്പൊ ഇടുന്ന പൗഡർ മേക്കപ്പിന് നേരെ ഒരു സാരി കൂടി ഇടുന്ന ഈ ഇറക്കി വന്നല്ലേ. പിന്നെ മാമന് പൗഡർ ഇട്ട് തരും കൊണ്ടുപോകുന്ന. നിന്നെ വന്നിട്ട് കൊണ്ടുപോകും കേട്ടാ. നീ ഒരുപാട് കേൾക്കത്തില്ലല്ലോ. അതിന്റെ ധൈര്യത്തിലല്ലേ നമ്മളീ പറയുന്നത്. പക്ഷെ ഞാൻ വന്നപ്പോ വരുമ്പോ പറയുമല്ലോ ഇതല്ലേ. എന്നിട്ട് ഞാൻ ലൈവ് ലേക്കടിച്ച് കണ്ടുപോക്കാൻ പറയും. നീ ഒന്ന് സമാധാനപ്പെടറാ. ഗോളിലെ ഇല്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിക്കുന്നു. ഗോളില്ലാത്ത പോസ്റ്റിൽ കയറി ഗോൾ അടിക്കുന്നോടാ കണ്ണാപ്പിന്ന്. എന്നിട്ട് നീ ഒരു കുണ്ണ എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാടാ. ഉണ്ടച്ചോനെ ആളില്ലാതിരുന്ന മതി. ഇതെന്തരി പൗഡർ ഇടാൻ വന്നിരിക്കുന്നത്? പൗഡർ വേണ്ടേ? അല്ല പൗഡർ ക്യാമറ എക്സ്പയർ ആയ പൗഡർ ഇട്ട് എന്തെങ്കിലും പറ്റുവാണോ? എക്സ്പയർ ആയ പൗഡർ ഒന്നും പറ്റൂല. നിന്റെ മുഖത്തിന് പറ്റുള്ളൂ, പൗഡറിലൊന്നും പറ്റില്ല. എക്സ്പയർ ആയ പൗഡർ അല്ലാത്ത പൗഡർ ഇല്ലേ? തരൂലെന്ന് പറഞ്ഞാ അവള്. എടാ നീ പൈസ കൊടുക്കാതെ 10-20 കോടി എന്തിനു വേണ്ടി നടക്കണ്ടേ? അണ്ണാ ഇത് 7ാം മാസം എക്സ്പയർ ആയതേ ഉള്ളൂ. ഇത് കുഴപ്പമില്ല, 2 ദിവസം കൂടെ പോകും. 2 മാസം 7 മാസം 4 മാസം കഴിഞ്ഞ്. അല്ല 7ാം മാസം വരെ ഉണ്ടായിരുന്നു എക്സ്പയറി. ക്യാരം ബോർഡിലെല്ലാം ഇട് കൊണ്ടുപോയാ 7ാം മാസം എക്സ്പയർ ആയ സാധനം എടുത്ത് തന്നിരിക്കുന്നു. ചോദിച്ചപ്പോ കുഞ്ഞിന്റെ പൗഡർ തരൂലെന്ന് ഞാൻ ചോദിച്ചു. നീ ചോദിച്ചു വാങ്ങ്. നീ പറ ഭർത്താവില്ല സരക്കണം പറഞ്ഞു പറയും. വെള്ളയാണ് ജംഗ്ഷൻ വരെ പോയ ഇതിൽ കൂടുതൽ പൗഡറൊക്കെ മേടിക്കാൻ പറ്റും. അവിടെ പോയെന്ന് ഒന്ന് നിന്നാ മതി. മാവന്മാര് പൗഡറൊക്കെ ആയിട്ട് 3-4 ഇപ്പൊ മാവന്മാര് ടവലി പൗഡറും കൊണ്ട് തൂത്ത് തരും. സരക്ക് ചാനലുണ്ടാ? സരക്ക് ചാനലൊന്നും ഇല്ല ബ്രോ. ഇനി അതിന്റെ ഒരു കുറവുകൂടെ ഉണ്ട്. അണ്ണാ അവള് പറഞ്ഞ കേട്ടോണാ. ഹലോ ഒരുണ്ട് അണ്ണാ എക്സ്പയർ ആയിട്ട് ആകെ 2 മാസമല്ല അയാൾ ഒരു കുഴപ്പവും ഇല്ലെന്ന്.
എന്നാ പിന്നെ അത് അവളെ കൊണ്ടിടിപ്പിക്കണം. അത് അവളെ കൊണ്ടിരിപ്പിക്കണം. അത്രേ ഉള്ളൂ. അതുപോലെ അതൊക്കെ പോട്ട്. ഇത് എക്സ്പയർ ആവുന്ന പറഞ്ഞത് നേരത്തെ എനിക്ക് കിട്ടുന്ന തന്നെയെന്ന് പറയാതെ സ്നേഹത്തോടെ അവള് തന്നെ ഈ ഇടയ്ക്ക് പഴയ ഗുളിയൊക്കെ എടുത്ത് തന്ന് തീർക്കുന്നു എനിക്ക്. അതെന്തൊരു അസുഖത്തിന് തന്നത്? അല്ല അത് വേറെ നോർമൽ. അയ്യോ എടാ സ്വന്തം പോകണത്തൊക്കെ അടി എടുത്ത് വെച്ച് സൈഡിൽ ഇടാത്ത ഇനി ഈ സൈഡാണല്ലേ? എന്ത് മാവാ? ഇനി അടിക്കണം പോരാ. നനകുത്തി ഒട്ടുന്നില്ല. എന്റെ ഡ്രസ് എല്ലാം ഇല്ലാതായി. ചുണ്ടിലൊക്കെ ഇട്. വായടാത്തൊന്നും പോവല്ലേ, മെഴുകുവേ നീ. ഈസക്കുട്ടിന്റെ പൗഡർ നാളെ രാവിലെ മോളെടുത്തിട്ട് ഇടിക്കും. അതും വാങ്ങിക്കണം ഞാൻ. എന്തൊക്കെ ഒരു ചലഞ്ച്. വല്ല കാര്യം ഉണ്ടായിരുന്നു അക്കി ബ്രോ 13 സെക്കൻഡ് പറഞ്ഞ മനുഷ്യനെ കൊല്ലിക്കാൻ വേണ്ടിട്ട്. ഞാൻ ആദ്യമേ വരുമ്പോഴേ രക്ഷപ്പെടുമല്ലോ. ഞാൻ ചലഞ്ച് എടുക്കുന്നതിന് മുമ്പേ പറഞ്ഞു എനിക്ക് പറ്റാത്ത കാറ്റഗറിയിലുള്ള പ്രശ്നങ്ങളാണ്. സുന്ദരനാണേ, ഞാൻ സുന്ദരനാണേ. കഴിഞ്ഞായിരുന്നോ ചലഞ്ച്? ഇനി കഴിയുകോട്ടെ. ഇതേപോലെ വെള്ളയാണ് ജംഗ്ഷനിൽ ചെന്നെന്ന് പറയാമോ? അല്ലെ ഇവിടെ തമ്പാനൂര് എന്ന് പറഞ്ഞാലും മതി. ഓ തമ്പാനൂര് അച്ഛനുണ്ടോ? നിന്റെ അച്ഛനുണ്ടേ, പുള്ളിയോട് പറഞ്ഞേക്കാം. എടാ തമ്പാനൂര് പോകുമ്പോ മുണ്ട് ഇങ്ങനെ തറയെ തൊട്ടിരിക്കുന്നില്ലേ, ആ പുള്ളിയോട് പറഞ്ഞാൽ മതിയോ? മാറ്റണം കേട്ടോ. സാരി എടുത്താ മതി. ഓ നീ സ്ഥിരം എടുക്കുന്നതാ. എടാ ഡിജിറ്റൽ തെണ്ടി കഴിഞ്ഞിട്ട് മറ്റേ പാലത്തിനടി പോയി തെണ്ടുന്ന നാറി നീ പറയില്ല എന്നോട് കേട്ടാ. നമ്മളടിച്ച കൊണ്ടാണ് എത്ര 5 ടൈംസോ? ഇപ്പൊ 2 വട്ടം പറഞ്ഞേ. ഞാൻ സുന്ദരൻ തന്നെയാണേ. കഴിഞ്ഞേ ഞാൻ മാത്രം ഇന്ന് മാമന്മാരുടെ എന്നൊക്കെ പൊട്ടും. ഇന്ന് മാമന്മാരുടെ എല്ലാവരും കൂട്ടത്തിൽ നിന്റെ അച്ഛന്റെ പൊട്ടുവാടാ. എന്നൊക്കെ പൊട്ടും കേട്ടാ. അത് പക്ഷെ കണ്ണാപ്പി നീ പേടിക്കണം, നീ സേഫാ. നട്ട്സ് ഉള്ളവന്മാരല്ലേ പൊട്ടോളൂ. കണ്ണാപ്പി നിന്റെ സേഫാ, ഇവന്റെ സേഫാണ്. ഇവനില്ലല്ലോ, ഇവൻ നട്ടില്ലല്ലോ. ഇല്ലല്ലോ ഇവന് നട്ടില്ലെന്നുള്ള കാര്യം ഇവന് അത് പറഞ്ഞത് ഇവന് വിഷമാവും. ഇവന്റെ 2-3 പ്രാവശ്യത്തെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാക്കണം. ഇവന് നട്ടിന്റെ കുറവുണ്ടെന്ന് ഒരെണ്ണത്തിന്റെ. അയ്യോ നീ ആ ഗ്യാപ്പിൽ നീ എന്നെ വരാതിരിക്കാനല്ലേ ഞാൻ ഇവിടെ നീ പോകുമ്പോഴത്തേക്കും പറയരുത്. ആണുങ്ങളെ പോലെ മുഖത്തോട് ജംഗ്ഷനിലോട്ട് കുറച്ച് പൗഡർ ഇട്ട് ഇറങ്ങിയത് നല്ല കളക്ഷൻ കിട്ടും ഇപ്പോൾ ഉള്ളവരെ കണ്ട്. സത്യം അതിലും പറ്റിയില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് സർക്കണ. അതൊക്കെ പോടണ. വേറെ ആര് പറഞ്ഞാലും കേട്ടാ ഓൺലൈൻ ഡിജിറ്റൽ തെണ്ടിയൊക്കെ പറഞ്ഞാൽ ഞാൻ കേൾക്കേണ്ട കാര്യം ഉണ്ടാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ ബെഗിങ് ഒരുത്തും പറയണ ഞാൻ കേൾക്കേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടാണ്. ഫൗണ്ടർ ഓഫ് ഡിജിറ്റൽ ബെഗിങ്. ഓ ഫീൽ ആവണം. ഒരു കണ്ണാപ്പി സത്യം പറയാ വായിട്ട് ജീവിക്കുന്നതാണ്. അണ്ണാ ഇതിന്റെ കൂടെ ഇതും ചെയ്യുന്നുണ്ട്. അണ്ണാ എറണാകുളത്ത് എയ്ഡ്സിന്റെ മറ്റേ കൗണ്ട് കൂടിയത് ഇവ ഈ 2 ആഴ്ച അവിടെ പോയതിനു ശേഷം അണ്ണാ. സത്യം കുറിച്ച് പറയല്ലേ. നിനക്ക് ആളില്ലാത്തപ്പോ മറ്റേ ആളില്ലാത്തപ്പോ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ആളിരിക്കുമ്പോ നീ മുഞ്ചു. അതായത് ആളില്ലാത്തപ്പോ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നല്ലേ. അടിച്ച് ലൈവ് ബാക്ക് അടിച്ചോക്കെ. എനിക്ക് വയ്യ കേശവന്റെ അപരാധം കേൾക്കാൻ വേണ്ടിട്ട്. നിങ്ങൾക്ക് ഏത് സ്ഥലത്തൊക്കെ പോയി കളക്ഷൻ കിട്ടുമെന്ന് കറക്റ്റ് കണ്ണാപ്പിക്ക് അറിയാം. കണ്ണാപ്പി പറഞ്ഞുതരും അവൻ. കണ്ണാപ്പി അച്ഛന്റെ കൂടെ തൊട്ട് പോയി തുടങ്ങിയപ്പോൾ അതെ ഇവൻ വരാറുണ്ടാണ്. ഇവന്റെ ബന്ധുക്കളുണ്ടല്ലോ, ഇവന്റെ ബന്ധുക്കൾ ഇവിടെ ഉണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ആർക്കും ഡിമാൻഡ് കിട്ടൂല. കായംകുളത്ത് പോപ്പുലേഷൻ കുറവായിട്ട് നേരെ പോയി. ഇവര് മറ്റേ ഒരേ സമയത്ത് 2 പേരെയൊക്കെ പിടിക്കണം. ടാർഗറ്റിംഗ് ഒന്നുമല്ല. ഓ നിനക്കും നിന്റെ കുടുംബക്കാർക്കും മറ്റേ തമ്പാനൂരും അവിടെ എവിടെയും ടാർഗറ്റ് ചെയ്ത് കച്ചവടം ചെയ്യാം. നിനക്ക് ഏരിയ ടാർഗറ്റ് ചെയ്ത് കച്ചവടം ചെയ്യാം. നമ്മൾ നിന്നെ ടാർഗറ്റ് ചെയ്താണ് പ്രശ്നം. ആ കള്ള കാപറക്കി. ലൈവ് ബാക്ക് അടിച്ചോക്കെ. ഞാൻ കൊന്നാലും നോക്കത്തില്ല. ഇവൻ പറഞ്ഞ അവരാതല്ലേ. ഞാൻ ഇവ ഇല്ലാത്തപ്പോ പറഞ്ഞോടാ. ഇല്ല ഞാൻ പറഞ്ഞ കാര്യം കൊഞ്ഞനം കുത്തിയിട്ട് വേണം ഞാൻ സുന്ദരനാണെന്ന് പറയാൻ. അക്കി ബ്രോ നിങ്ങളിത് വിട്ടില്ലേ? അക്കി ബ്രോ
അക്കീബ്രോ സത്യം പറഞ്ഞാൽ നിന്റെ ഇപ്പൊ കിട്ടിയതിൽ ചെയ്യോന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ബാബു. എനിക്ക് അക്കിബ്രോ എനിക്ക് സംശയമുണ്ട് അക്കിബ്രോ. ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരനാണ്, കണ്ണൻ ഞാൻ പറയുന്ന സുന്ദരനാണ്. കേട്ടാത്തൊന്നും കുറെ ഞാൻ എക്സ്പീരിയൻസ് സുന്ദരനാണ്. സത്യം ഞാൻ സുന്ദരനാണ്. ആരാമൽ ഹായ് 50 വട്ടം ഇട്ടോ ചേട്ടാ ഹായ്. കണ്ണാപ്പി കൈ നിന്റെ കൊടുത്ത് നിന്റെ അവനെ എക്സ്പീരിയൻസ് കണ്ടാ ഇവിടെ ഇറക്കാൻ നിക്കല്ലേ കണ്ണാപ്പി, കേട്ടാ. സ്വന്തം ഗ്യാങ്ങിന് 15 ദിവസം മറ്റേ ബാനും മറ്റേ ഇത് വാങ്ങിച്ചു കൊടുത്ത ഒരു അപരാധിയാണ് നീ. നീ പറഞ്ഞ ഞാൻ കേക്കത്തില്ല. മെന്റലി പയ്യെന്ന് പറയുന്നത് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ണാപ്പിന് ഒരാൾ സാരി കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കൺഫേം ഇപ്പൊ അവൻ തന്നെയാണ് മനസ്സിലായത്. മിസ്റ്റർ യുണീക്ക് അവൻ പറഞ്ഞതിനോട് ഇപ്പൊ എന്ത് പ്രൂഫ് ഉണ്ട് ഇതല്ലെന്ന്. പ്രൂഫ് എന്തിനാണ് ഈ കണ്ണാപ്പി എന്ന് പറഞ്ഞപ്പോ തന്നെ അവിടെ വിശ്വാസമായി. പൗഡർ കുഴപ്പം ഫേസിന്, പക്ഷെ ഫേസിന് കുഴപ്പമെന്ന് ഇല്ല ബേബി പൗഡർ ഉണ്ട്, കുഴപ്പമില്ല എന്തായാലും. അല്ല ഇത് മറ്റേ എക്സ്പയറി പൗഡർ അല്ലേ? ഇത് എക്സ്പയറി അല്ല, എക്സ്പയറി അല്ല. ഉള്ളടാ ബാബു നല്ല രസമുണ്ടാ. ഈ മീശയിലൊക്കെ ആയതുകൊണ്ടാ കണ്ണാപ്പി നിനക്ക് പൗഡർ പ്രശ്നങ്ങൾ വരത്തില്ല, മനസ്സിലായില്ലേ? എടാ മൂക്കിന് പറ്റൊരു സാധനം കൂടി വെച്ചിട്ട് ഇവിടെ ജംബോ സർക്കസ് തുടങ്ങി ഒരു ഓ വരാം 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 വരാം. എടാ കാരണം എന്താ അറിയാവോ, നിന്റെ അച്ഛൻ ആടും വഴിയിൽ തൂങ്ങി കിടക്കൂലേ, അതിൽ പിടിച്ച് എനിക്ക് ആണല്ലോടാ കണ്ണാപ്പി, മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അച്ഛൻ തൂങ്ങി കിടക്കുമ്പോൾ തൂങ്ങി കിടക്കില്ല പിടിച്ച് ആടാനേ വേണം, മനസ്സിലായില്ലേ? പക്ഷെ കണ്ണാപ്പി അതല്ല പ്രശ്നം, മനസ്സിലായില്ലേ? നിന്നെ പോലെ കുറയ്ക്കുന്ന ഒരു പട്ടി അവിടെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ കൂടെ നടക്കാനും ഒരു മൂക്കി പഞ്ഞി വെച്ച ഒരാള് വേണം. അതെ അതെ, കൊരക്കണ പട്ടി ഭയങ്കര ബോറാണ്. നീ പറയുന്ന എല്ലാത്തിനും ശരിക്കും സത്യം 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 സത്യം. ബോറാ പൂറ. ഞാൻ രണ്ടുപേരുടെ നിന്റെ തമാശക്ക് തമാശ ചിരിക്കാൻ സമ്മതിക്കണം, മനസ്സിലായി? അല്ല അതേ ഉടനെ അതല്ല അണ്ണ ഇരിക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ പറയണം, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ അടുത്ത് ഒന്നിനും വരില്ല, വന്നു കഴിഞ്ഞാൽ ഇവനെ നൈസായിട്ടില്ല ഡിസ്കൗണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. പിക്കാച്ചുവിന് ടൈം ഇട്ട് കൊടുക്കലടാ. എടാ ഇത് കഴുകി കളഞ്ഞിട്ട് വരാം, ഒരു മിനിറ്റ്.